ഹലോ ഫ്രണ്ട്സ്, വിത്ത് ലവ് റിയ എന്ന നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൊച്ചു കുട്ടികളെല്ലാം ഇപ്പം വീട്ടിൽ സ്റ്റക്കാണ് അല്ലേ. മൂത്ത കുട്ടികൾ അല്ലെങ്കിൽ വീട്ടിൽ പല കുട്ടികളും ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നു. പിന്നെ കോവിഡ്-19 കാരണം കൊണ്ട് കുട്ടികൾക്കൊന്നും പുറത്തധികം പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഓൾറെഡി ഫോൾ തുടങ്ങി, തണുപ്പായി തുടങ്ങി. അപ്പോൾ പുറത്തുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെ കുറഞ്ഞു വരുന്നു. ഇനിയിപ്പോൾ വിൻ്റർ ആയി കഴിഞ്ഞാൽ തീരെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ലോകത്ത് പല ഭാഗത്തായിട്ടുള്ള നമ്മളുടെ പ്രവാസികളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനുള്ള സാധ്യതകളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇൻഡോർ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം അല്ലേ. വീട്ടിൽ കുട്ടികൾക്ക് ഒരുപാട് ടോയ്സ് ഉണ്ട്. അപ്പം മോസ്റ്റ് ഓഫ് ദി ടോയ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഈ ചൈനീസ് മെയ്ഡ് പ്ലാസ്റ്റിക് ടോയ്സ് ആയിരിക്കും. എല്ലാം ഒരേ രീതിയിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതിനൊരു നിശ്ചിതമായ പാറ്റേൺ ഉണ്ടല്ലോ, ഇന്ന രീതിയിൽ തന്നെ കളിക്കണം എന്നുള്ളത് ഭയങ്കര സ്ട്രക്ചേർഡാണ്. നമുക്കൊരു ഫ്രീ തിങ്കിങ്ങിനൊന്നും അത്ര ചാൻസ് ഇല്ലാത്ത തരത്തിൽ, ഇപ്പം ലെഗോസിൻ്റെ കാര്യമല്ല പറയുന്നത്, ഒരുമാതിരിപ്പെട്ട ടോയ്സ് എല്ലാം തന്നെ. നമ്മളൊക്കെ ആണെങ്കിൽ പണ്ട് എങ്ങനെയായിരുന്നു, കുറച്ച് പില്ലോ ഒക്കെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഫോട്ടോ ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്തൊക്കെ കയറിയിരുന്ന് കളിക്കുന്നു. ഒരുപാട് ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യുമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാവുന്നത്, നമ്മുടെ ടോഡ്ലേഴ്സിനും പ്രീ സ്കൂളേഴ്സിനും ഒക്കെ കൊച്ചു കാര്യങ്ങളിൽ തന്നെ ഒരുപാട് സന്തോഷം കിട്ടുന്ന, ഒരുപാട് എക്സൈറ്റഡ് ആവുന്നുണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ കുട്ടികൾക്ക് നമ്മളുടെ കൂടെ അടുക്കളയിൽ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ഒബ്വിയസ്ലി തീയും അല്ലെങ്കിൽ തിളച്ച വെള്ളം, ചൂട്, ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ അടുക്കളയിലേക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ എത്താൻ സമ്മതിച്ചെന്ന് വരില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അടുക്കളയിലെ കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ഒരു സെൻസറി ആക്ടിവിറ്റി ബോക്സ്, ഒന്നല്ല പല സെൻസറി ആക്ടിവിറ്റി ബോക്സുകൾ ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ പറഞ്ഞത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പം നമ്മളൊരു കുപ്പിക്കകത്ത് കുറച്ച് ബീൻസ് എന്തെങ്കിലും ഇട്ടിട്ട്, നമ്മുടെ പയറുവർഗ്ഗങ്ങളുള്ള എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ നമുക്കൊരു ശബ്ദം ഉണ്ടല്ലേ, കുഞ്ഞുങ്ങൾക്ക് അതൊരു കൗതുകമായിരിക്കും. അപ്പം അതുപോലെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയാനൊന്നുമില്ല, നമ്മുടെ പാൻട്രിയിലുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള അരി, പയർ, ചോളം, ഇതുപോലുള്ള കുഞ്ഞു കാര്യങ്ങൾ വെച്ച് അവർക്ക് കേട്ടും കണ്ടും തൊട്ടുമൊക്കെ അവരുടെ എല്ലാ സെൻസസും വെച്ചും പഠിക്കാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസാണ് ഇന്ന് നമ്മുടെ ആക്ടിവിറ്റി ബോക്സുകളിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഇനിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുക്കളയിൽ നിന്നുള്ള സെൻസറി ആക്ടിവിറ്റി ബോക്സുകൾക്കായിട്ട് നമുക്ക് ആദ്യമേ ഒരു ഹാർഡ് ബോർഡ് ബോക്സ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോക്സ്, എന്തെങ്കിലും ഒരു കണ്ടെയ്നർ എടുക്കാം. നമ്മൾ ആദ്യമേ ഉദ്ദേശിക്കുന്നത് ഒരു എഡിബിൾ സെൻസറി ബോക്സ് ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് പലതരം സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ പാൻട്രിയിലുള്ള കുറേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാം. അതിൽ ഒന്നാമതായിട്ട് ഞാൻ ചേർക്കുന്നത് ഓട്സ് ആണ്. അതുപോലെ നമ്മൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് എല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണാം എള്ള്. പിന്നെ മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലെക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയൽ ഉണ്ടെങ്കിൽ അത്. അപ്പം ഞാനിവിടെ ഒരു സീരിയലും അതുപോലെ തന്നെ ഒരു സെറ്റ് കോൺഫ്ലെക്സും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു എഡിബിൾ സെൻസറി ബോക്സ് ആണ്. എന്ന് പറയുമ്പോൾ ലിറ്ററലി കുഞ്ഞുങ്ങളിത് കഴിക്കണം എന്നില്ല, പക്ഷെങ്കിൽ കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്നുള്ള തരത്തിൽ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേറെ സാധനങ്ങൾ ചേർക്കാം. നമുക്ക് അരി ചേർക്കാം, പിന്നെന്താണ് വീട്ടിലുള്ള ബാർലി അല്ലെങ്കിൽ ഗോതമ്പ്, ഇതുപോലുള്ള എന്ത് വീട്ടിലുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് തോന്നും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, പലതരത്തിലുള്ള ടെക്സ്റ്റേഴ്സ്, പിന്നെ പല ഷേപ്പുകൾ, ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ബോക്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ കണ്ടില്ലേ ഈ കുറേ സർക്കിൾസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതാണെങ്കിലും കുട്ടികൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറക്കി കഴിച്ചാൽ പോലും പ്രശ്നമില്ല. അപ്പം കുഞ്ഞു സെസമി സീഡ്സ് ഉണ്ട്, കോൺഫ്ലെക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പം പൊടിച്ച് നിരിക്കും. അങ്ങനെ പല ടെക്സ്റ്റേഴ്സിൽ കൂടെ അവർ തൊട്ടും പിടിച്ചും കാര്യങ്ങൾ പഠിക്കുകയാണല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള കുഞ്ഞു കപ്പുകൾ. അപ്പം ഇങ്ങനെയുള്ള കപ്പുകൾ തന്നെ വേണമെന്നില്ല, നമുക്ക് മെഡിസിൻ്റെ കപ്പുകൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് വെച്ച് കുട്ടികൾ ഈ സാധനത്തിനെയൊക്കെ തന്നെ കോരിയെടുക്കും, ട്രാൻസ്ഫർ ചെയ്യും, അതുപോലെയൊക്കെ പഠിപ്പിക്കാം. പിന്നെ ഈ കപ്പുകൾ തന്നെ നമുക്ക് സോർട്ട് ചെയ്യാം, ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാനായിട്ടൊക്കെ പഠിപ്പിക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മറ്റൊരു സാധനം ആഡ് ചെയ്യാവുന്നത് വെളുത്തുള്ളിയാണേ. വെളുത്തുള്ളി ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ 4 സ്റ്റാക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇതുപോലുള്ള നമുക്കറിയാം നമ്മുടെ സർഫോ അല്ലെങ്കിൽ നമ്മുടെ ഡിറ്റർജൻ്റ് ഒക്കെ വരുന്ന പൗച്ചസിൻ്റെ അകത്ത് ഇതുപോലുള്ള സ്കൂപ്സ് കാണാമായിരിക്കും. അപ്പോൾ ആ ഒരു സ്കൂപ്പ് ആണെങ്കിലും നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരിതുപോലെ സ്കൂപ്പ് ചെയ്ത് എടുക്കുന്നതൊക്കെ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളി പോലുള്ള കുറച്ച് വലിയ സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ
അതുപോലെ ഈ ഒരു ടോങ്സ് ഇല്ലേ, അപ്പോൾ ടോങ്സ് ഒക്കെ വെച്ച് കുട്ടികൾക്ക് അതിനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ വെളുത്തുള്ളി കൊടുക്കുന്നതിന് പകരം നമുക്ക് വെളുത്തുള്ളി പൊളിച്ച് ഓരോ ഇതളുകളായിട്ട് ഇടുവാണെങ്കിൽ അതാണെങ്കിലും കുട്ടികൾക്ക് പറക്കി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 കപ്പുകൾ വെച്ചു, വെളുത്തുള്ളിയുടെ ഇതളുകൾ പൊളിച്ചിട്ടു, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇത് പഠിക്കാനായിട്ട്. പക്ഷെങ്കിൽ ഈ ഒരു ഹാൻഡ് ഐ കോർഡിനേഷനും ഈ ഒരു ബാലൻസും അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് അപ്പുറത്തോട്ട് ഇടണം എന്നുള്ള പ്ലാനിങ്ങും ഒക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടോയ്സാണ്, ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് കാണിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുട്ടികൾ തന്നെ അവരുടേതായ രീതിയിൽ ചില ഇംപ്രൊവൈസ് ചെയ്യും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുട്ടികൾക്ക് വീട്ടിലുള്ള കയ്യിൽ അല്ലെങ്കിൽ തവിയൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ അതും ഇതുപോലുള്ളൊരു ആക്ടിവിറ്റി ബോക്സിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ അത് വെച്ചിട്ടും ഇതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും കാണാൻ സാധ്യതയുള്ള ഒരുതരം കണ്ടെയ്നേഴ്സാണ് ഇതുപോലുള്ള കുക്കീസ് അല്ലെങ്കിൽ ഡാനിഷ് കുക്കീസോ ഒക്കെ വരുന്ന കണ്ടെയ്നേഴ്സ്, എന്തെങ്കിലും ഒരു കണ്ടെയ്നർ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരുപാട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് ഒരു അടപ്പം വെച്ച് ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാനിവിടെ നിറച്ചിരിക്കുന്നത് കുറച്ച് ചോളമാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്ഥാനത്തിന് നമുക്ക് അരി ഇട്ട് വെക്കാം, ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ ആദ്യമൊക്കെ മോൻ ഇത് വായിലിടാൻ ശ്രമിക്കുമായിരുന്നെങ്കിലും ഇങ്ങനെ നമ്മൾ വഴക്ക് പറയുന്നതിന് പകരം ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമില്ല ബേബി അങ്ങനെ വെക്കുന്നത് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്ത് കുഞ്ഞിനടുത്ത് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്നും വായിലിടാറില്ല, അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബോക്സസ് നമ്മുടെ ഇപ്പോൾ അരി ആയിക്കോട്ടെ, ചോളം ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും നിങ്ങൾ ഫില്ല് ചെയ്യുന്ന എന്തും ആയിക്കോട്ടെ. അപ്പോൾ കല്ലുകളൊക്കെ പോലും വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെങ്കിൽ ഞാൻ കൊടുക്കാറില്ല. എഗെയിൻ ഈ പറഞ്ഞ പോലെ 2 വയസ്സായിട്ടുള്ള കുഞ്ഞിന് ചോക്കങ്കസാറാണ്, അതുകൊണ്ട് തന്നെയാണ് കൊടുക്കാത്തത്. അപ്പോൾ ഇതുപോലുള്ള ബോക്സിലാണെങ്കിൽ നമുക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ സൂത്തിങ് ആണ്. ഇങ്ങനെ വളരെ സൂത്തിങ് ആണ്. അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂറോളം അവൻ ഇത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇത് ഇങ്ങനെ മാത്രം കൊടുക്കാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പലതരം തവികൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ മുമ്പേ കൊടുത്ത പോലത്തെ സ്കൂപ്സ് കൊടുക്കുകയാണെങ്കിൽ അത് വെച്ച് മുൻപ് കാണിച്ച പോലെയുള്ള കപ്പുകളുണ്ടെങ്കിൽ കപ്പുകൾ കൊണ്ട് കോരുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോനിപ്പം ഇങ്ങനെ ഈ പറഞ്ഞൊരു 2-3 കപ്പുകളും ഈ ഒരു കയ്യിലും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ തന്നെ ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എഗെയിൻ നമ്മൾ നോക്കിക്കേ, ഈ അകത്തിരിക്കുന്ന സാധനം വെളിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, പുറത്ത് പോകരുത്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾ ഇവിടെ പഠിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കൈയിട്ട് ഇളക്കിയുള്ള ആ ഒരു ഫീലിംഗ് ഇല്ലേ, ആ ഒരു ഡിഫറെൻറ്റ് ടെക്സ്ചർ ഫീൽ ചെയ്യുന്നു അങ്ങനെ. അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും കുട്ടികളെ വളരെയധികം ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഇതുപോലെയുള്ള ഒരു സിപ്ലോക്ക് ബാഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബാഗ് നമുക്കിങ്ങനെ നന്നായിട്ട് സീൽ ചെയ്ത് വെക്കാൻ പറ്റും. പഴയ രീതിയിലാണെങ്കിൽ ഇതിങ്ങനെ മടക്കി മെഴുകുതിരിയുടെ അറ്റത്ത് കാണിച്ച് ഉരുക്കി ഒട്ടിക്കുമല്ലോ, അപ്പോൾ അങ്ങനെയാണെങ്കിലും മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പൂത്തൊന്നും പോകത്തില്ലാത്ത എന്തെങ്കിലും തരത്തിലുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് റൈസ് ആണ് എടുത്തിരിക്കുന്നത്, വെറുതെ ഒരു കളർ എന്ന നിലയിലാണ് ബ്ലാക്ക് റൈസ് എടുത്തത്. എന്താണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു സിപ്ലോക്ക് ബാഗിൻ്റെ അകത്ത് നല്ലപോലെ വാക്യൂം സീൽ ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് ഇതിനകത്ത് എഴുതാനൊക്കെ വരെ പറ്റുന്നതാണ്. അപ്പം അഗെയിൻ കുഞ്ഞിത് വിഴുങ്ങി പോകുന്നോ അല്ലെങ്കിൽ തറയിൽ മൊത്തം ഇട്ട് ചീത്തയാക്കി പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നടക്കണമെന്നുള്ള പേടി ഒന്നും വേണ്ട. ഇനി അഥവാ ഇത് തുറക്കും എന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ ഡബിൾ സീൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ പുറത്തേക്ക് മറ്റൊരു ബാഗ് ഇട്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് എൻഡ് ചെയ്യുന്ന രീതിയിൽ ആ സിപ്പിൾ ഇപ്പുറത്തെ സൈഡിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സിപ്പ് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇതേ ബാഗ് തന്നെ കയ്യിലെടുക്കുകയാണെങ്കിൽ ഈ ഒരു ശബ്ദമല്ലേ, പിന്നെ ഈ ഒരു ടെക്സ്ചർ കണ്ടില്ലേ, അപ്പോൾ അവിടെയും കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റായിട്ട് എനിക്കിവിടെ കാണിക്കാനുള്ളത് ഒരു ഷേപ്പ് സോർട്ടിങ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഞാൻ മോന് ഫുഡ് സൂക്ഷിച്ചിരുന്ന ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ആക്ച്വലി ബേക്ക് ചെയ്യാനൊക്കെ പറ്റും, സിലിക്കണാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ പണ്ട് കുഞ്ഞിൻ്റെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളിങ്ങനെ സെർവിങ് സൈസ് അനുസരിച്ച് സൂക്ഷിച്ചൊക്കെ ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറായിരുന്നേ. അപ്പം ഞാൻ അത് വെച്ച് ഇപ്പോൾ കറൻ്റ് വേറെ ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ടിവിറ്റിക്കായിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് തന്നെ നമുക്ക് പല പല ചെറിയ ചെറിയ കപ്പുകൾ അല്ലെങ്കിൽ അടച്ചു വെക്കാൻ പറ്റുന്ന കുഞ്ഞ് ജാമിൻ്റെ ഒക്കെ കുപ്പിയില്ലേ, അതൊക്കെ ആണെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒറ്റ പീസായിട്ട് ഇരിക്കത്തില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മളിവിടെ ഷേപ്പ് സോർട്ടിംഗ് എന്ന് പറയുമ്പം
പല തരത്തിലുള്ള ഷേപ്പുകൾ കുഞ്ഞിന് ഇതുപോലെ വെളിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അത് കുഞ്ഞ് പറക്കിയെടുത്ത് ഏത് ഷേപ്പാണോ അതിൻ്റെ ഉള്ളിലേക്ക് പറക്കിയിടണം. അപ്പോൾ അങ്ങനെയാണ് ഈ ആക്ടിവിറ്റി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുക്കാവുന്ന കാര്യം, ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതൊരു സ്പാഗറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ സാധനം നമുക്ക് വേർമിസെല്ലി അല്ലെങ്കിൽ നമ്മളുടെ സേമിയ പായസിൻ്റെ ഒക്കെ ആ സേമിയ ഇല്ലേ അതുപോലുള്ള സാധനങ്ങൾ എടുക്കാം. പിന്നെ പലതരത്തിലുള്ള നമുക്ക് നാട്ടിലാണെങ്കിലും മക്രോണി കിട്ടും അല്ലേ. അപ്പം മക്രോണി, പലതരത്തിലുള്ള പാസ്തകൾ, ഞാനിവിടെ ഈ ഒരു ചോക്ലേറ്റ് ചിപ്പ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മൾക്ക് കണ്ണിൽ കാണുന്ന ഡിഫറെൻറ്റ് ഷേപ്സ്, അതിപ്പോൾ അരി ആയിക്കോട്ടെ, മുമ്പേ പറഞ്ഞ വെളുത്തുള്ളിയുടെ ഇതളുകളായിക്കോട്ടെ, അങ്ങനെ നമ്മൾക്ക് അടുക്കളയിൽ കിട്ടാൻ പറ്റുന്ന നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഒരുപാട് ഷേപ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പലതരത്തിലുള്ള പാസ്ത എടുത്തതിൻ്റെ കാര്യം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഞാൻ എടുത്തതേ ഉള്ളൂ. അതേപോലെ തന്നെ കുഞ്ഞ് കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഞാനിതെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾക്ക് ആദ്യം കാണിച്ചു കൊടുക്കണം അല്ലേ. അപ്പം ഒരു സമയത്ത് ഇത് മൊത്തം പറക്കി എറിയുകയും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പതുക്കെ കുഞ്ഞുങ്ങളത് പഠിക്കും. അപ്പം ഈ ഒരു ഷേപ്പ് നോക്കുമ്പോൾ നമുക്ക് ചോദിക്കാം, ഈ ഒരു ഷേപ്പ് എവിടെയാണ് ഇരിക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ കൂടെ കൊണ്ടിട്ടേന്ന് പറയുമ്പോൾ കുഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടെന്ന് വരും, ചിലപ്പോൾ മാറ്റിയൊക്കെ ഇട്ടെന്ന് വരും. പക്ഷെ പതുക്കെ പഠിക്കും. നമ്മൾ ചെയ്താണ് കുട്ടികൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതേ സ്ഥാനത്ത് തന്നെ നമുക്ക് പല കളറുകളുള്ള സാധനങ്ങൾ കൊടുക്കാം. ഇപ്പം കുഞ്ഞ് പോംപോംസ് ഒക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കുറേ നീലയും പച്ചയും ഒക്കെ കളറുള്ള പോംപോംസ് വെച്ചിട്ട് നീലേനെ എല്ലാം ഒരെണ്ണത്തിലിടുന്നു, പച്ചേനെ എല്ലാം ഒരെണ്ണത്തിലിടുന്നു, ചുവപ്പെല്ലാം ഒരിടത്തിലിടുന്നു, അങ്ങനെ വേണമെങ്കിലും സോർട്ട് ചെയ്യാം. അപ്പോൾ ഇതേ ആക്ടിവിറ്റി തന്നെ നമുക്ക് ഈ ടോങ്സ് ഉപയോഗിച്ച് ഒരു ഹാൻഡ് ഐ കോർഡിനേഷൻ എന്ന നിലയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതാ ആ സെയിം സാധനത്തിൽ ഇടുന്നു. ഈ സെയിം സാധനത്തിൽ ഇട്ടില്ലെങ്കിലും കുഞ്ഞുങ്ങൾ എവിടെ ഇട്ടാലും ഈ ഒരു ആക്ടിവിറ്റി നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ചോക്ലേറ്റ് ചിപ്പ് കുക്കിയാണ്, കഴിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഈ വേർമിസെല്ലിൽ തന്നെ ഓടിച്ചതാണ്. പിന്നെ ഇവിടെ കണ്ടില്ലേ, അപ്പോൾ ഇതുപോലുള്ള ഇങ്ങനെ അകം പൊള്ളയായിട്ടുള്ളൊരു സാധനവും അല്ലെങ്കിൽ നമ്മുടെ ഈർക്കിലായിക്കോട്ടെ അങ്ങനെയുള്ള എന്തെങ്കിലും ആണെങ്കിൽ ഇതേപോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് കോർത്തെടുപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ കോർത്തെടുക്കുമ്പോൾ തന്നെ ലൈക്ക് ഒരു കുഞ്ഞ് വാഴത്തണ്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൽ ഈ ഒരു കമ്പി ഇങ്ങനെ കുത്തി നിർത്തുകയാണ്. അപ്പോൾ അതിനുശേഷം കുട്ടിയോട് അതിൽ കോർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്കറിയാമല്ലേ, സൂചി നൂലും കോർക്കുന്ന കോമ്പറ്റീഷനൊക്കെ നമുക്കുണ്ടല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഏകദേശം അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇത് ഫീൽ ചെയ്യുന്നത്. എന്നാൽ പോലും അവർക്കൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഓടിക്കാനുള്ള ചാൻസും ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും അതൊരു നല്ല ആക്ടിവിറ്റിയാണ്. അഗെയിൻ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഷേപ്പ് തന്നെ വേണം എന്നൊന്നുമില്ല. നമുക്ക് പലതരം കുഞ്ഞു കുഞ്ഞു കപ്പുകൾ എടുത്തിട്ട് ഈ കപ്പുകളുടെ അകത്താണെങ്കിൽ നമുക്ക് ഈ ഷേപ്പ് സോർട്ട് ചെയ്യാം അല്ലേ. നമുക്ക് ഇതുപോലെ അപ്പം ഒരു കപ്പിൽ നിന്ന് മറ്റൊരു കപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പല രീതിയിൽ കുഞ്ഞുങ്ങൾ ഇംപ്രൊവൈസ് ചെയ്യും. നമ്മൾ ജസ്റ്റ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിന്ന് അടുക്കളയിൽ നിന്ന് തന്നെ കണ്ടെത്തി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുക്കളയിൽ നിന്ന് തന്നെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് സെൻസറി ആക്ടിവിറ്റി ബോക്സസ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ആക്ടിവിറ്റി ബോക്സ് ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഫോട്ടോസായത് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അയക്കാവുന്നതാണ്. ഇതേ പേര് തന്നെയാണ്, നമ്മുടെ ചാനലിൻ്റെ സെയിം പേര് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിനും. അപ്പോൾ ആ പേജിൽ ഇൻസ്റ്റഗ്രാം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ല മറ്റുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ നിങ്ങൾക്കുള്ള ഫീഡ്ബാക്ക്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലയോ, എന്താണ് നിങ്ങൾക്ക് ഇനിയുമുള്ള സജഷൻസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോയുമായിട്ട് ഇനിയുള്ള ആഴ്ചകളിൽ നമുക്ക് കാണാം. അതുവരേക്കും